ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ബയോളജിയിൽ നിന്ന് കൂടുതലായി ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്ത്. അതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഉള്ളത് എന്താണ്? ബ്ലഡ് കമ്പോണൻസ് ആണല്ലോ. ബ്ലഡ് കമ്പോണൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻസ് ഓൺ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ. പിന്നെന്താണ്? പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഹീമോഗ്ലോബിൻ്റെ ഒക്കെ ഫങ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലഡുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. പിന്നെന്താണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിലെന്തൊക്കെയാണുള്ളത്? ഫങ്ഷൻസ് ഓഫ് ലിവർ, പാൻക്രിയാസ് ആൻഡ് റിലേറ്റഡ് എൻസൈം. ഇവിടെ നിന്നൊക്കെ കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് RRB ഗ്രൂപ്പ് ഡി എക്സാമിന്. എന്താണ്? ലിവറിൻ്റെ ഫങ്ഷൻ അറിയണം, പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ അറിയണം, പിന്നെ അവർ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈം ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നോക്കാനുള്ളത്. പിന്നെന്താണ്? ബോൺ ആൻഡ് മസിൽസിൽ എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് ബോണ്, എന്തൊക്കെ തരം ബോൺ ഉണ്ട് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്പർ ഓഫ് ബോൺസ് ഇൻ അഡൾട്ട് ആൻഡ് ചിൽഡ്രൻസ്, അതായത് അഡൾട്ടിലും ചിൽഡ്രൻസിനുമുള്ള ബോണിൻ്റെ എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെന്താണ് കൊടുത്തിട്ടുള്ളത്? വിറ്റാമിൻ ഡെഫിഷ്യൻസി, അതായത് ഓരോ വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നതെന്നൊക്കെ നമ്മൾ അറിയണം. നമുക്ക് നോക്കാം. ഡിസീസസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, ഡി എക്സെട്ര. അതായത് ഓരോ വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വിറ്റാമിൻ എൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കുക? കാഴ്ച കുറയല്ലേ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ലാസ്റ്റ് എന്താണ്? ഡിസീസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. അതിൽ നമ്മൾ നോക്കാനുള്ള എന്താണ്? ഡിസീസസ് കോസ്ഡ് ബൈ ബാക്ടീരിയ, വൈറസ്. അതായത് ബാക്ടീരിയകൾ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ച് അറിയണം. അതേപോലെ തന്നെ വൈറസുകൾ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ച് അറിയണം. പിന്നെന്താണ്? വാക്സിൻസ്, പിന്നെ ഇമ്മ്യൂണിറ്റി ടൈപ്സ്, എന്തൊക്കെ തരം ഇമ്മ്യൂണിറ്റികൾ ഉണ്ടെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡി ആൻഡ് ഹെൽത്തിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. എന്താണ് അടുത്ത സ്ലൈഡിൽ? സെൽ ബയോളജി. അതിൽ 2 പോയിന്റ് നമുക്ക് തന്നിട്ടുള്ളൂ. സെൽ ബയോളജിയിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൽ ഓർഗൻലെസ് തന്നിട്ടുണ്ട്. അതിൽ നോക്കുവാണെങ്കിൽ ഫങ്ഷൻ ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയൻ്റെ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോകോൺട്രിയ എന്തിനാണ്? എനർജി അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ. എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെന്താണ്? ന്യൂക്ലിയസ്, പിന്നെ അതേപോലെ തന്നെ റൈബോസോം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ വേണം. പിന്നെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ ന്യൂട്രീഷൻ തന്നിട്ടുണ്ട്. ന്യൂട്രീഷനിൽ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ്. നമുക്കറിയാം എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ അളവിൽ വേണം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ അളവിൽ മതി. പിന്നെന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഇമ്പോർട്ടൻസ് ആൻഡ് കമ്പോണൻസ് ഓഫ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. ഇറ്റ്സ് പ്രോസസ് ആൻഡ് പിഗ്മെൻറ്റ് ഇൻവോൾവ്ഡ്. അതായത് ഫോട്ടോസിന്തസിൻ്റെ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ക്ലോറോഫിൽ ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്. ഇതൊക്കെയാണ് ഫോട്ടോസിന്തസിസിൽ ഉൾപ്പെടുന്ന പിഗ്മെൻറ്റ്സ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കിയാലോ. അടുത്ത സ്ലൈഡിൽ ജനറ്റിക്സ് ആൻഡ് റീപ്രൊഡക്ഷനിൽ നമ്മൾ നോക്കാനുള്ളത് എന്താണ്? ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓർഗൻസ് ആൻഡ് ഫങ്ഷൻസ്. എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ പേരും അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? DNA ആൻഡ് ഹെറിഡിറ്റി. ബേസിക് ക്വസ്റ്റ്യൻസ് ഓൺ ക്രോമസോം ആൻഡ് ജീൻസ്. അതായത് ജീൻസിൻ്റെയും ക്രോമസോമിൻ്റെയും ബേസിക് ക്വസ്റ്റ്യന് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം അല്ലേ.
അടുത്ത സ്ലൈഡിൽ എന്താണ് പ്ലാന്റ് ബയോളജിയാണ് ഹെഡിങ് തന്നിട്ടുള്ളത്. പ്ലാന്റ് ബയോളജിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? പാർട്സ് ഓഫ് പ്ലാന്റ് എന്തൊക്കെയാണ്? ഫങ്ഷൻ ഓഫ് സ്റ്റെമ്മ്, റൂട്ട്, ലീവ്. അപ്പോൾ നമ്മൾ ലീവ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ റൂട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പിന്നെ സ്റ്റെമ്മിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ നോക്കാനുള്ള എന്താണ് പോളിനേഷൻ, ടൈപ്പ് ഓഫ് പോളിനേഷൻ, ഏജൻറ്റ്സ് ഇൻവോൾവ്ഡ്. ഓരോ പോളിനേഷനും ഇൻവോൾവ് ആയിട്ടുള്ള ഏജൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം, റോൾ ഇൻ ഫെർമെൻറ്റേഷൻ, ആൻറ്റിബയോട്ടിക്സ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫെർമെൻറ്റേഷന് കാരണം ആരാണ്? ബാക്ടീരിയ ഓർ ഈസ്റ്റ് അല്ലേ? അതേപോലെ തന്നെ പിന്നെ എന്താണ് കൊടുത്തുള്ളത്? ടൈപ്സ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ടൈപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറസ്, ബാക്ടീരിയ, ഫംഗൈ, അതിൻ്റെയൊക്കെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്? പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ബ്ലഡ് ക്ലോട്ടിംഗ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വിറ്റാമിൻ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നമ്മൾ ഓൾറെഡി നോക്കിയല്ലോ. വിറ്റാമിൻ എന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് സംഭവിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഓർഗനിലെ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദി സെല്ല്. പവർ ഹൗസ് ഓഫ് ദ സെല്ല് ആരാണ്? മൈറ്റോകോൺട്രിയ അല്ലേ? അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൈറ്റോകോൺട്രിയ ആണ് പവർ ഹൗസ് ഓഫ് സെല്ല്. ഓക്കെ, പിന്നെന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? വിച്ച് പിഗ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസ് നടക്കാൻ ഏത് പിഗ്മെൻ്റാണ് സഹായിക്കുന്നത്? ക്ലോറോഫില്ലാണ്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഏത് ക്ലോറോഫില്ല? ക്ലോറോഫിൽ എ ആണ് കൂടുതലായിട്ടും എന്തിന്? ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് അയോഡിൻ? അയോഡിൻ്റെ കുറവ് കൊണ്ട് ഏതാണ്? ഗോയിറ്റർ അല്ലേ ഉണ്ടാകുന്നത്? അപ്പോൾ അയോഡിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അയോഡിൻ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡൊക്കെ വീർത്ത് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര കാര്യങ്ങളാണ് നോക്കാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.